ഇപ്പോൾ നമ്മോടൊപ്പം സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. നമസ്കാരം ശ്രീമതി മേരി ജോർജ്. ഇപ്പോഴിതാ സ്വർണ്ണവില എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം സ്വർണ്ണവിലയിൽ പെട്ടെന്നൊരു വർധന വരുന്നു, വീണ്ടും ഇടിയുന്നു, വീണ്ടും വർദ്ധിക്കുന്നു. എങ്ങനെയാണ് സ്വർണ്ണവില ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? യുദ്ധ സാഹചര്യങ്ങളൊക്കെ കണക്കാക്കുമ്പോൾ ഇനിയും സ്വർണ്ണവില കൂടാനുള്ള സാധ്യതയാണോ മുന്നിൽ കാണേണ്ടത്? അതായത് സ്വർണ്ണവില യുദ്ധം അവസാനിക്കുന്നു എന്ന ഒരവസ്ഥ വന്നാൽ സ്വർണത്തിന്റെ വില പഴയതുപോലെ വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ രണ്ടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം 1,00,000 താഴേക്ക് പോയ സ്വർണത്തിന്റെ വില 1,00,000 മുകളിലേക്ക് ആയിരിക്കുന്നു പെട്ടെന്ന്. അതേ സമയത്ത് അതായത് ഡൗ ജോൺസ്, അത് US-ന്റെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റിയാണ്, സ്റ്റോക്കാണ്. അതിന്റെ വില പോസിറ്റീവാണ്. അതേ സമയത്ത് നമ്മുടെ സെൻസെക്സോ നിഫ്റ്റിയോ നോക്കുകയാണെങ്കിൽ നെഗറ്റീവാണ്. എന്ന് വെച്ചാല് അമേരിക്കൻ ഷെയറുകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതായത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഷെയറുകൾ വിറ്റുപോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സൂചിക നെഗറ്റീവ് ആകുന്നത്. അതേ സമയത്ത് ഡൗ ജോൺസ് പോലെയുള്ള അമേരിക്കയുടെ സൂചിക പോസിറ്റീവ് ആകുന്നത് അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കറൻസി, അതായത് ഡോളർ ശക്തമാകുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റും ശക്തമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് സ്വർണത്തിന്റെ വില അതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഡോളർ ശക്തമാകുമ്പോൾ സ്വർണത്തിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഡോളറിലേക്കാണ് പോവുക. ഇപ്പോൾ രണ്ടിലും പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടിലേക്കും, സ്വർണത്തിലേക്കും കുറേശ്ശെ പോകുന്നുണ്ട്, അതിനേക്കാൾ ഉപരി ഡോളറിലേക്കും പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ അനിശ്ചിതാവസ്ഥ തുടരുന്നു എന്നത് തന്നെയാണ് കാരണം. ഈ അനിശ്ചിതാവസ്ഥ തുടരാൻ കാരണം അമേരിക്ക, അതായത് ഇതാ ഞങ്ങൾ യുദ്ധം നിർത്തുന്നു എന്ന് പറയുന്നു, അടുത്ത നിമിഷം വീണ്ടും യുദ്ധം ചെയ്യുന്നു. ഹോർമുസ് കടൽ തുറക്കുക എന്ന് പറയുന്നു, അപ്പൊ ഇറാൻ പറയുന്നു തുറക്കില്ല. അങ്ങനെ ഇറാൻ വിസമ്മതം മൂളുന്നതോടുകൂടി അമേരിക്ക വീണ്ടും യുദ്ധത്തിന്റെ പടക്കുപ്പായം അണിയുന്നു. ആ തരത്തിലേക്ക് സംസാരം നീളുന്നു. അങ്ങനെ മാറുന്നത് കൊണ്ട്, അതായത് അനിശ്ചിതാവസ്ഥയിൽ മാറ്റം വരുന്നില്ല. ട്രംപ് പറഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ട്രംപ് തന്നെ വാക്ക് മാറ്റേണ്ടി വരുന്നു. ഇറാൻ ആണെങ്കിലും ഒന്നും സ്ഥിരമായിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഓൺലുക്കേഴ്സിന്, അതായത് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും എന്ത് ചെയ്യണം, എന്ത് പറയണം, ഏത് നിഗമനത്തിലെത്തണം എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം സ്വർണത്തിന്റെ വിലയില് ചാഞ്ചാട്ടം ഉണ്ടാകും. താഴേക്കുള്ള ഇറക്കമോ മുകളിലേക്കുള്ള കയറ്റമോ സ്ഥിരമായിരിക്കത്തില്ല, ചാഞ്ചാട്ടമായിരിക്കും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കാഴ്ചക്കാരോട് പറയുക, ഇപ്പൊ സ്വർണം വാങ്ങുന്നത് സേഫ് അല്ല. അതുകൊണ്ട് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക. ഈ യുദ്ധത്തിന്റെ സ്ഥിതി ഒന്ന് നിശ്ചിതമാകട്ടെ, ട്രംപ് തുറന്നു പറയട്ടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക എന്ന്. അതുവരെ ഈ കയറ്റിറക്കം ഇതുപോലെ തന്നെ പോകും എന്ന് പറയുക. അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 1,20,000 മുകളിൽ പോയ സ്വർണ്ണവില വെറും 3-4 ദിവസം കൊണ്ടാണ് 1,00,000-ലേക്കൊക്കെ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പലരും സ്വർണം വാങ്ങാനൊക്കെ പോയിരുന്നു. എങ്കിൽ പോലും ജ്വല്ലറികളിൽ സ്വർണ്ണവിലയിൽ പെട്ടെന്നുള്ള വ്യത്യാസങ്ങൾ അത് റിഫ്ലക്ട് ചെയ്യുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ സ്വർണം വാങ്ങാനിരിക്കുന്നവർ ഇപ്പോൾ വാങ്ങണ്ട എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണോ നൽകുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പൊ സ്വർണം വാങ്ങിയാൽ ഇനി വില കുറച്ച് വിൽക്കേണ്ടി വരുമോ എന്ന ഭയം അതെനിക്കുണ്ട്. കാരണം ഈ സ്ഥിതി, അതായത് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ട്രംപ് ഒരിക്കലും വാക്ക് സ്ട്രോങ് ആയിട്ടല്ല പറയുന്നത്, എപ്പോഴും വാക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. ഇറാൻ ആണെങ്കിലും ഇറാന്റെ യഥാർത്ഥ സ്ഥിതി ഇപ്പോൾ ലോകത്ത് ഒരു രാജ്യത്തിനും അറിഞ്ഞുകൂടാ. ഇറാന്റെ ആണവ ശക്തി ഏത് പരിധിവരെ നശിപ്പിക്കപ്പെട്ടു, ഏത് പരിധിവരെ ഇപ്പൊ ഉണ്ട്, ഇതൊന്നും ആർക്കും അറിയില്ല. ട്രംപ് അവകാശപ്പെടുന്നത്, ഇസ്രായേലും അവകാശപ്പെടുന്നത് അവരുടെ ആണവശക്തി നശിപ്പിച്ചു എന്നാണ്. പക്ഷെ ഇറാൻ പറയുന്നു ഇല്ല, അതിനൊരു പോറലും സംഭവിച്ചിട്ടില്ല. അപ്പൊ ആര് പറയുന്നതാണ് ശരി എന്ന് നമുക്ക് ഊഹിക്കാൻ വയ്യ. അതുകൊണ്ട് യുദ്ധം ഇനിയും ഒരു പക്ഷേ മുന്നോട്ട് പോയേക്കാം ശക്തമായിട്ട്, ഒരു പക്ഷേ താഴേക്ക് പോയേക്കാം, തണുത്തു പോയേക്കാം. അങ്ങനെ തണുത്തു പോകുന്ന ഒരവസ്ഥ വന്നാൽ
സ്വർണത്തിന്റെ വില താഴേക്ക് വരും. അങ്ങനെ താഴേക്ക് വരുന്നതിനായിട്ട് കാത്തിരിക്കുക സുഹൃത്തുക്കളെ. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജ് ഈ ഒരവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.